ഈ അവഗണിക്കപ്പെടുക എന്നത് നമ്മളെ ഒറ്റയ്ക്ക് സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരു വാതിലാണ്. അതിലാരും ഭയപ്പെടരുത്. നമ്മളൊക്കെയും അവഗണന എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാണ്ട് വിഷമിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ പല വഴികളിൽ നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളോളം വളരെ ആത്മാർത്ഥതയോടുകൂടി നിന്ന്, വളരെ സത്യസന്ധതയോടുകൂടി നിന്ന്, എല്ലാവർക്കും നന്മ വരാൻ, എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയിട്ട് വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവഗണിക്കപ്പെട്ടേക്കാം. ഇപ്പോഴും അവഗണിക്കപ്പെട്ട ആ കാര്യത്തെ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ആ നിമിഷത്തിൻ്റെ വേദനകളെ ഹൃദയത്തിനകത്തിട്ട് നീറി നടക്കുന്നവരാണ് ഏറെ പേരും. പക്ഷേ തിരിച്ചറിയുക, അവഗണിക്കപ്പെടുക എന്നത് പ്രപഞ്ചം നമ്മുടെ ഏറ്റവും വലിയ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നയിക്കുകയാണ്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത്, ഏത് ഏരിയയിലാണോ നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി നിങ്ങൾ നിങ്ങളുടെ തന്നെ വിശ്വസ്തയോടുകൂടി സത്യസന്ധതയോടുകൂടി ആ കാര്യത്തിനായിട്ട് നിലകൊള്ളുക. ഒരു പക്ഷേ നിങ്ങളുടെ മേൽ പല രീതിയിലുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെടാം. ഒരു പക്ഷേ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ വന്ന് പെട്ടെന്നിരിക്കാം. നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് തള്ളി മാറ്റിയെന്നിരിക്കാം. നിങ്ങൾ കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകൾ നിങ്ങൾക്കെതിരെ പലരും പറഞ്ഞുണ്ടാക്കിയെന്ന് വരാം. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ അംഗീകരിക്കാതെയും വരാം. എന്തു ചെയ്തു എന്ന് ഒടുവിൽ ചോദിക്കാനും ഇടയുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കോ നിങ്ങളിടുന്ന ഒരു എഫേർട്ടിന് പോലും അവർ നല്ലത് പറഞ്ഞു എന്ന് വരത്തില്ല. പക്ഷേ ശ്രദ്ധിച്ച് ഹൃദയത്തിനകത്ത് നിങ്ങൾ ഒരുക്കി വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തെ ഏത് അവഗണനയും ഫേസ് ചെയ്യാൻ പാകത്തിന് സത്യസന്ധതയോടുകൂടി നേർമയുള്ള ഹൃദയമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കുക. എവിടെയും ഏതൊരു സ്ഥലത്തും ഒരു തിരസ്കരണം അത്യാവശ്യമാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളിടത്ത് മാത്രമേ തിരസ്കരണവും അതുപോലെ തന്നെ അവഗണിക്കപ്പെടലും ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾ എത്ര കാലം നിങ്ങൾ ആയിരുന്ന സ്ഥാനത്ത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ മുഴുവൻ എഫേർട്ടും ഇട്ടോ, നിങ്ങൾ എത്ര കാലം നിങ്ങൾ വിശ്വസ്തയോടുകൂടി നിന്നോ, അതിനേക്കാളും അധികമായി നിങ്ങൾക്കൊറ്റയ്ക്ക് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പടവുകൾ കെട്ടി ഉയർത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന് തറയ്ക്കുന്ന ഓരോ അമ്പുകൾക്കും, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നിങ്ങൾക്കെതിരെ വന്ന ഓരോ ആരോപണങ്ങൾക്കും, വെറും കറിവേപ്പില പോലെ നിങ്ങളെ തള്ളിക്കളഞ്ഞ ഓരോ അവസ്ഥകൾക്കും പകരമായി ആർക്കുമെതിരെ ഒന്നും മിണ്ടാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരോടും ഒരു മത്സര ബുദ്ധി കാണിക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കെട്ടിപ്പടുത്തുയർത്തുവാനായിട്ട് സാധിക്കും. നിങ്ങളെക്കാളും വളരെ നന്നായി പ്രപഞ്ചത്തിന് ആ സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒരു അവഗണിക്കപ്പെടലിൻ്റെ അഥവാ തിരസ്കരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നത്. നിങ്ങൾക്കെതിരെ വാക്കുകളുടെ അമ്പുകളെ എയ്തു വിടുന്നവരെ കുറിച്ചോർത്ത് വളരെയധികം നന്ദി പറയുക. നിങ്ങളെ തിരസ്കരിക്കുന്നവരെ ഓർത്ത് വളരെയധികം സന്തോഷത്തോടു കൂടിയിരിക്കുക. നിങ്ങളെ അപമാനിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കുക. നിങ്ങളെ അറിവില്ലാത്ത കാര്യത്തെ പ്രതി കുറ്റക്കാരാക്കുന്നവരെ ഓർത്ത് നിങ്ങൾ ക്ഷമയോടെ വളരെ നല്ല മനസ്സോടു കൂടിയിരിക്കുക. ആർക്കെതിരെയും നാവ് കൊണ്ടോ രോഷം കൊണ്ടോ പക കൊണ്ടോ മറുപടി കൊടുക്കാതിരിക്കുക. ഹൃദയത്തിനകത്തുള്ള ഭാരങ്ങളെ വിവേകത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത മൂലക്കല്ലായി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും നിങ്ങളുടെ എഫേർട്ടിനും വില തരാതെ നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ നാശത്തിൻ്റെയോ നിങ്ങളുടെ അവസാനത്തിൻ്റെയോ നിമിഷമല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ചരിത്രം കുറിക്കാനാകുമെന്ന് പ്രപഞ്ചം തന്നെ നിങ്ങളോട് രഹസ്യമായി പറയുന്ന ഒരു പരസ്യമാണത്.